ആശേ എത്ര പ്രാവശ്യം വിളിക്കുന്നേ? എന്നാന്നോ അവിടെ ഒരു കാണാൻ വിളിക്കുന്നുണ്ട്. അതിനെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി വിളിച്ചാ. അപ്പുറത്ത് തെറ്റുറപ്പുണ്ട്. എല്ലാരും പോയി കണ്ടു. നമ്മൾ മാത്രമേ കാണാൻ ജീവക്കുട്ട. പിന്നെ നാളെ നിങ്ങക്ക് ക്രിസ്ത്യൻ ചെയ്യാനാണല്ലോ കള്ളാര വെച്ച് നടക്കുന്നത്. അപ്പൊ നീ പോണ്ടേ? നാളെ പോണ്ടേ? ഇവിടുന്ന് എല്ലാ പിള്ളേരും വന്നിട്ടാണോ? അതെ, വണ്ടിക്കാണോ പോകുന്നത് എല്ലാരും? അല്ല, അത് നമ്മള് കൊണ്ടുവിടുന്നു. മുദ്ര പപ്പ ആശേ അമ്മേ, അമ്മ അവിടെ നമുക്ക് ആ പയറ് പോയി നടാൻ മുറ്റത്ത്. അമ്മ അവിടെ മൊബൈല് നോക്കിക്കൊണ്ട് ഇയർഫോൺ കേൾക്കുക. അപ്പ ചെവിയൊന്നും കേൾക്കുന്നില്ല. മൊബൈലിനകത്തിരിക്കാണോ? അമ്മേ, 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 എന്റെ കൊച്ചെ എഴുതി കുളിക്ക് വിളിച്ചേ. അമ്മേ, അയ്യോ എത്ര പ്രാവശ്യം വിളിക്കുന്നു? എന്നാ എന്നാ എന്നാണ്ട് വിശേഷം? ഒന്നും കേട്ടില്ലേ? എന്ത് വിശേഷം? വിശേഷമുണ്ടോ? ഞാനുണ്ടല്ലോ ഒരു നല്ല സീരിയലുണ്ട്, നല്ല അടിപൊളി. അതായത് അതിന്റെ ക്ലൈമാക്സ് 2 എന്ന് ഞാൻ അത് കണ്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതിന്റെ ക്ലൈമാക്സ് 2 ആണ് വരാൻ വേണ്ടി പോകുന്നത്. രണ്ട് നല്ല സീരിയലാണ്. എത്ര പ്രാവശ്യം വിളിക്കുന്നു? ആ പുറത്ത് പോട്ടെ പയറ് നടാനൊക്കെ കൂടെ ഞങ്ങളത് വന്ന് തൂപ്പൊക്കെടുത്ത് ഇപ്പൊ മഴ പെയ്തല്ലേ ഉള്ളൂ. ഇപ്പോഴാണ് നട്ട ഉണ്ടാകും. ഞാൻ അത് കണ്ടോണ്ടിരിക്കുകയാണ്. ശരി, അതിന്റെ ഇന്ന് ക്ലൈമാക്സ് ആയിരുന്നു വരാൻ വേണ്ടി പോകുന്നത്. അത് എടി അത് ഓഫാക്കിട്ട് വാന്നേ. എത്ര പ്രാവശ്യം പറയേണ്ടത്? വരാൻ ഞാന് അതൊന്ന് കണ്ടോട്ടെ. ഒരു 10 മിനിറ്റ് കൂടി ഇത്ര മാത്രം ഇതിനകത്ത് തന്നെ ഇരിക്കുന്നത്. അത് അവള് അതിനകത്ത് നായിന്റെ പ്രസവം ഇത് ഗർഭിണിയായിട്ട് ഇപ്പൊ 1 വർഷം കഴിഞ്ഞു. ഇപ്പൊ ഏകദേശം 1.5 വർഷമായി. മിക്കവാറും ഈ ആഴ്ചയല്ല അടുത്ത ആഴ്ച പ്രസവം നടക്കും. അപ്പൊ പ്രസവിച്ചപ്പോ എന്നാ സംഭവിച്ചെന്ന് അറിയണ്ടേ? അല്ല, ഇത് 9 മാസം മതി എന്നാ പറഞ്ഞേക്കുന്നത്. അല്ല, ഇത് അതാ പറയാ സീരിയലിനകത്ത് ഇത് 9 മാസം ആയിട്ടില്ല ഇതുവരെ ആയിട്ട്. എന്നാലും കാര്യം ചെയ്യ, നാളെ കുട്ടിയോടൊപ്പം വഴി നമുക്ക് എല്ലാവർക്കും പോവാ. അല്ല, അവിടെ പോയിട്ട് ഇതായിട്ട് കൊടുക്കാം. നല്ലതാ. പ്രസവം ആയില്ലല്ലോ, പ്രസവിച്ച് വരുമ്പോ വേണം പോവാ. നമുക്ക് ഞെക്കി കൊച്ചിനെ പുറത്തിറക്കാം. അല്ല, എന്നാ ഇത് ഇത്ര ആളായില്ല, 1.5 വർഷമായിട്ട് പ്രസവിച്ചില്ലെങ്കിൽ എന്നെ ഇത്. അതാ ഞാൻ അതാ വിളിച്ചേ. ജീവ നമ്മൾ ഇവിടെ നട്ടാ മതി പയറ്. വിളിച്ചോണ്ടല്ലേ? ഇവിടെ 2 കോടി ഇവിടെ കുറച്ച് തെളിച്ചുണ്ട്. വെയിലേക്ക് അവിടെ തന്നെ. അപ്പൊ എന്തെന്നറിയോ, നീ ഇന്ന് പയർ വിത്ത് എടുത്തിട്ട് വെള്ളത്തിൽ കുതിർന്ന് 1 ദിവസം വെക്കുക. പിറ്റേ ദിവസം നടാം. നാളെ നമുക്ക് നടാം കേട്ടോ. അമ്മേനെ വിളിച്ചേ. നീ വിളിച്ചേ. ഇവിടെ വിളിച്ചാ മതി. അമ്മേ, അമ്മേ, ആശേ എത്ര പ്രാവശ്യം വിളിക്കുന്നേ? എന്നാന്നോ അവിടെ ഒരു കാണാൻ വിളിക്കുന്നുണ്ട്. അതിനെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി വിളിച്ചാ. അപ്പുറത്ത് തെറ്റുറപ്പുണ്ട്. എല്ലാരും പോയി കണ്ടു. നമ്മൾ മാത്രമേ കാണാൻ കാളക്ക് ഒരുപാട് കുഞ്ഞുങ്ങളൊന്നുമില്ല, ഒരു കുഞ്ഞേ ഉള്ളൂ. ആണോ? എന്നാ നമുക്ക് പോയി കാണാം. ഇവിടെ തൊട്ടടുത്തല്ലേ നമുക്ക്. ഞാനല്ലേ കാളെ ഇതുവരെ ഈ പശു പ്രസവിക്കുന്ന കാള പ്രസവിക്കുന്നത് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇന്നില്ല. ഇത് എനിക്ക് എന്തായിരുന്നു കാണണം. എടി അവിടുന്ന് പയറെടുത്തിട്ട് അതിനു വേണ്ടി വിളിച്ചാ അതിനെ. അപ്പൊ കാള പ്രസവിച്ചെന്ന് പറഞ്ഞോ? കാളെ അവർ പ്രസവിച്ച് അവരുകൊണ്ട് വളർത്തിക്കോളും. അതല്ലേ ഇവിടെ തൊട്ടടുത്ത് നമുക്ക് പോയി കാണായിരുന്നു. ഒന്ന് കണ്ടിട്ട് വരായിരുന്നു കുഞ്ഞിനെ. കൊടുക്കാം. കാള അതിനെ കാള പ്രസവിക്കുകയല്ലേ പിന്നെ? പ്രസവിക്കും. പിന്നെ കാളെ പശു പ്രസവിക്കും. അതുപോലെ കാളെ പ്രസവിക്കുകയല്ലേ? ഒരു കാര്യം ചെയ്യാം. ഒരു ദിവസം വെള്ളത്തിൽ കൊടുത്തു നാളത്തേക്ക് മുളയ്ക്കുള്ളൂ. മുളച്ച് കഴിയുമ്പോൾ നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറിക്കോളും. ജീവ വാണം നമുക്ക് പോവാടെ. പപ്പ വരികയാണ്. നമുക്ക് രണ്ടുപേരും പോയി കാളെ പ്രസവിച്ച് പോയി കണ്ടിട്ട് വരാടാ. കാളെ പ്രസവിച്ച ആണാ? പപ്പ ദേഷ്യത്തിൽ അമ്മ മനസ്സിലായില്ലേ? അതാണാ കാളെ പ്രസവിക്കാനാ? ഇല്ല, ഇപ്പൊ വന്നത്